ചിന്തി. അതിനുശേഷം അവശയായ അവളെ പൂർണ്ണ നഗ്നയാക്കി പിതാവിൻ്റെ സെല്ലിൽ അയാളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. നീ സത്യം പറയാമോ എന്ന് അവളോട് ആവശ്യപ്പെടുന്നു. ആരോഗ്യവും മാനവും എല്ലാം നഷ്ടപ്പെട്ട അവൾ നിസ്സഹായായി ഇനിയും ഒന്നും സഹിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ അവർ പറഞ്ഞ കുറ്റങ്ങളെല്ലാം അവൾ സമ്മതിച്ചു. അവർ കൊടുത്ത പേപ്പറുകളിലൊക്കെ വിരലടയാളം പതിച്ച് അവൾ നൽകി. പക്ഷേ പിന്നീട് കോടതിയിൽ ഈ കേസ് വാദത്തിന് വന്നപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചാണ് ഈ തെറ്റുകളൊക്കെയും സമ്മതിപ്പിച്ചത് എന്ന് ജഡ്ജിയോട് അവൾ പറഞ്ഞു. പിൽക്കാലത്ത് മാലാ സെൻ ഫൂലനുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഈ പീഡന വിവരങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഫൂലൻ തുറന്നു പറയുകയുണ്ടായി. മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. അന്ന് ഫൂലന് ജാമ്യം അനുവദിക്കപ്പെട്ടു. ഫൂലൻ സ്വതന്ത്രയായി. എങ്കിലും മയ്യാദീൻ അടങ്ങിയിരുന്നില്ല. മയ്യാദീൻ കുറെ കൊള്ളക്കാർക്ക് പണം നൽകിയിട്ട് ഫൂലനെ ഒരു രാത്രിയിൽ അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നു. ബാബു സിംഗ് ഗുജീർ എന്നു പേരുള്ള ആ സംഘത്തിൻ്റെ കൊള്ളത്തലവൻ ഫൂലനെ തട്ടിക്കൊണ്ടുപോയി തൻ്റെ താവളത്തിൽ ദിവസങ്ങളോളം അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. ആദ്യം കെട്ടിയ ഭർത്താവ്, പിന്നെ പോലീസുകാർ, ഇപ്പോൾ ഈ കൊള്ളത്തലവനും. പക്ഷേ അവിടെ ഫൂലന് രക്ഷയായി ഒരു മനുഷ്യൻ വന്നു. ഈ ചമ്പൽ കൊള്ള സംഘത്തിലെ വിക്രം മല്ല എന്ന ഒരു താണജാതിക്കാരൻ ഉണ്ടായിരുന്നു. സ്വജാതിയിൽപ്പെട്ട ഫൂലനെ ബാബു സിംഗ് ഗുജീർ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് വിക്രം മല്ലയ്ക്ക് കടുത്ത അമർഷം തോന്നി. ഈ നശിച്ച ജാതി വ്യവസ്ഥ സമൂഹത്തിൽ മാത്രമല്ല കൊള്ള സമൂഹത്തിൽ പോലും ഉണ്ടായിരുന്നു. ഈ ബാബു ഗുജീർ ഒരു മേൽജാതിക്കാരനായിരുന്നു. അതിക്രൂരമായി ഈ ബാലികയെ ദിവസങ്ങളോളം പീഡിപ്പിക്കുന്നത് കണ്ട് ധർമ്മരോക്ഷത്താൽ വിക്രം മല്ല ബാബു സിംഗ് ഗുജീറിൻ്റെ തലയ്ക്ക് വെടിവെച്ച് അയാളെ വധിക്കുന്നു. വെടിയൊച്ച കേട്ട് ഓടി വന്ന സംഘാംഗങ്ങളോട് പറഞ്ഞു, ഇനി മുതൽ ഞാനാണ് നമ്മുടെ സംഘത്തിൻ്റെ തലവൻ. ഇവൾ എൻ്റെ പെണ്ണാണ്, എൻ്റെ മാത്രം. ജീവിതത്തിൽ വെറുപ്പും പീഡനങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിച്ചു വളർന്ന ഫൂലനെ ജീവിതത്തിൽ ആദ്യമായി വിക്രം മല്ലയുടെ തന്നെ ചേർത്ത് പിടിച്ച ആ മനുഷ്യനോട് പ്രണയം തോന്നുന്നു. ഈ വിക്രം മല്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഠാക്കൂർമാരുടെ അതിക്രൂരമായ ഭരണങ്ങളിൽ നിന്നും അധികാരങ്ങളിൽ നിന്നുമൊക്കെ കീഴ്ജാതിക്കാരെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംരക്ഷകനായിട്ടാണ് വിക്രം മല്ല നിലകൊണ്ടിരുന്നത്.